അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് യൂട്യൂബിലൂടെ കണ്ട അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഖലീഫ ഉമറിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു പാഠപുസ്തകത്തിലെ ഭാഗം എന്നെ വളരെയധികം ആകർഷിച്ചു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വ്യക്തി ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസ്സിൽ ചേരുകയും അതിൻ്റെ ശേഷം പാണക്കാട് സന്ദർശിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ അവർ വളരെ ആക്ഷേപിച്ച ഒരു സന്ദർഭം ഉണ്ടായല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖലീഫ ഉമറിൻ്റെ ആ മാതൃകയാണ് ഞാനിതിൽ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഖലീഫ ഉമർ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ പുറത്തു കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റുകൾ പുറത്ത് എന്നെ ചേർത്ത് പിടിക്കും എന്നുള്ള ഒരു പരാമർശം, ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ജയശങ്കർ അതിനെ പ്രതിപാദിച്ചുകൊണ്ട് ഖലീഫ ഉമർ എന്ന ഒരു പാഠഭാഗം, നമ്മളൊക്കെ പഠിച്ചതാണത്, ഞാൻ പഠിച്ചന്നുണ്ടായിരുന്നത് ഖലീഫ ഉമർ. അന്ന് ഒരു സ്ത്രീ അടുപ്പത്ത് ഇങ്ങനെ ഈ ഒരു മൺകലം വെച്ചുകൊണ്ട് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചുറ്റുഭാഗത്തും 2-3 കുട്ടികളിങ്ങനെ നിൽക്കുന്ന രംഗവും, അങ്ങനെ അതിൻ്റെ അടിക്കുറിപ്പ് ഇന്നും ഞാൻ ഓർക്കുകയാണ്. ആ കുട്ടികളിങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് എഴുതിയിരിക്കുന്നു. ഉമ്മ നേരം പാതിരയായി, വിശന്ന് ചാവാറായി, വല്ലതും തരണേ എന്ന് ആ വീട്ടിൽ നിന്ന് പറയുന്നത് കേട്ടു ഖലീഫ ഉമർ അങ്ങോട്ട് കയറി ചെന്നു. ആ സ്ത്രീ എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലുള്ളത്, ആ ബുക്കിലുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഒരു 10-30 കൊല്ലം മുമ്പത്തെ ഓർമ്മ ഇപ്പോഴും നമ്മളെ അയവർക്കാം. എന്താണ് പിറുപിറുക്കുന്നത് എന്ന് അദ്ദേഹം ചെവി ഓർത്തപ്പോൾ ആ സ്ത്രീ പറയാണ്, നമ്മളെ ഈ കാണുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണത്തിലാണ് ഇപ്പം നമ്മളുള്ളതൊന്നും അറിയുന്നില്ലല്ലോ എന്ന്. ഇത് കേട്ട് ഖലീഫ ഉമർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുമില്ലാത്ത പാത്രത്തിൽ വെള്ളം മാത്രം വെച്ച് കയ്യിലിട്ടിങ്ങനെ ഇളക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വിചാരിക്കും ഇത് ഭക്ഷണം ഉണ്ടാക്കുകയാണ് എന്നിങ്ങനെ വിചാരിച്ച് ഇപ്പോൾ പോകും എന്നുള്ള നിലക്ക് കുട്ടികൾ ഉറങ്ങിപ്പോകും എന്ന് ചിന്തിച്ച് കൊണ്ട് എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഖലീഫ ഉമർ ഇതറിയുന്നില്ല എന്ന രൂപത്തിൽ, ശരിക്കും എനിക്ക് ഓർമ്മയില്ല, എത്ര കാലം മുമ്പുള്ളതല്ലേ. അങ്ങനെ ഖലീഫ എന്ത് ചെയ്തു, വീട്ടിൽ പോയിക്കൊണ്ട് ഒരു വട്ടി നിറയെ ഈത്തപ്പഴവും ഒലിവെണ്ണയും. അപ്പോൾ ഈ ജയശങ്കർ പറയണ ഒലിവെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല, പഠിപ്പിക്കണവർക്കും അറിയില്ല, പഠിക്കണവർക്കും അറിയില്ല എന്ന്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർ സത്യഭാമ ടീച്ചറായിരുന്നു പഠിപ്പിച്ചിരുന്നത്. സത്യഭാമ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒലിവെണ്ണ എന്ന് പറഞ്ഞാൽ ജെയ്ത്തൂങ്കായ് എന്ന് പറഞ്ഞ കായുണ്ട്, അതിൻ്റെ എണ്ണയാണെന്ന് നമുക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയാണ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും, അപ്പോൾ അന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ഇതൊന്നും തിരിയില്ലേനെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഒലിവെണ്ണയും ഒക്കെ ഈ ഒരു വട്ടിയിൽ ഗോതമ്പമാവും എന്നപോലെ ഈത്തപ്പഴവും ഒക്കെ കൊണ്ടുവന്നു ഇവർക്ക് കൊണ്ടേ കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രക്കും അന്ന് ഖലീഫയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഇഷ്ടഭോജന ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കല്ലായിരുന്നു ചെയ്തിരുന്നത്. നാടിങ്ങനെ ചുറ്റി സഞ്ചരിച്ച് തൻ്റെ പ്രജകളിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നുള്ളത്. ഇതിനെ വക്രീകരിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഖലീഫയെ കൊല്ലപ്പെട്ടതാണ്, സ്വന്തം അനുയായികൾ കുത്തിക്കൊന്നതാണ്. എന്നതുപോലെ സ്വന്തം അനുയായികൾ കുത്തിക്കൊല്ലുന്നത് ശ്രദ്ധിക്കണം എന്നതിലേക്കുള്ള ഒരു സൂചനയാണെന്ന് എനിക്ക് മനസ്സിലാണ്. കാരണം ഈ ബി ജെ പിയിൽ നിന്ന്
മാറിയ വ്യക്തി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാണ് മാറിയത്. മതം വിട്ട് വിടല്ല ചെയ്തത്. ആ വ്യക്തി തന്നെ പിന്നീട് ആ പാർട്ടിയിലേക്ക് തന്നെ വരാതിരിക്കാനുള്ളൊരു സാഹചര്യം അതിലുള്ളവരുണ്ടാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെന്താണല്ലോ അടച്ചാക്ഷേപിച്ചാൽ പിന്നേക്ക് പോരാനേ ആളെ കിട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഖലീഫാനെ കൊന്നത് ആരാണെന്ന് വെച്ചാൽ ഈ മുനാഫിക്കുകളെ കൊന്നത്, മുസ്ലിമീങ്ങളല്ല കൊന്നത്. കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ അവർ പറയും ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് മുസ്ലിമീങ്ങളെ അടുത്ത് വന്നാൽ പിന്നെ മറ്റുള്ളവരെ അടുക്കൽ വന്നുകൊണ്ട് പറയും ഞങ്ങൾ അവരെ വഞ്ചിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഇങ്ങനത്തെ കപടവിശ്വാസികളിൽപ്പെട്ട ആളുകളാണ് ഇവരെ കൊന്നത്. എന്നതുപോലെ മറ്റേ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുന്ന റസൂലുള്ളാഹി ആദ്യമേ പ്രവചിച്ചതാണത്. ഈ ഉസ്മാൻ എന്നവരെ കൊല്ലപ്പെടും എന്ന് റസൂലുള്ളാഹി ആദ്യം പ്രവചിച്ചു. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ മറ്റേ ശത്രുക്കളുടെ കുത്തേറ്റും ഇങ്ങനത്തെ മുനാഫിക്കുകളെ കപടവിശ്വാസികളെ കുത്തേറ്റ് മരിക്കുന്നത്. ആ ഖുർആൻ വാചകം വസയക്ഫീകുമുല്ലാഹു വഹുവ സമീഉൽ അലീം എന്ന് ഈ അള്ളാഹു അവർക്ക് തികച്ചു കൊടുക്കും എന്നർത്ഥം വരുന്ന ഒരു സൂക്തത്തിലേക്കാണ് ആ രക്തം വീണതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഇതിങ്ങനെ ഈ ആൾക്കും സംഭവിക്കും, അതും കൂടി സംഭവിക്കും എന്നുള്ളതിലേക്കാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ ഖലീഫ ഉമർ എന്നവരുടെ ചരിത്രങ്ങൾ എത്രയോ അന്നത്തെ പാഠഭാഗങ്ങളിലൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എല്ലാവരും അത് ഉൾക്കൊള്ളാറുണ്ട്. ഇതിലൊന്നും വർഗീയതല്ല. ഒക്കെ ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതേ മാതൃക നമ്മൾ തുടരട്ടെ, ജനങ്ങളുടെ ഇടയിൽ ഇല്ലാത്തവരെ സഹായിക്കട്ടെ, എന്നാലേ അതിന് ഗുണം കിട്ടുള്ളൂ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നപോലെ ഖലീഫ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു വീട്ടിൻ്റെ അടുത്തുനിന്നിങ്ങനെ ഒരു നിരക്കം കണ്ട് ഒരു ശബ്ദം കേട്ട്. എന്താണ്? മോളെ, നേരം പുലരാറായി, വേഗം പാലിൽ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞു. ഒട്ടകത്തിനെ കണ്ടുകൊണ്ട് വേഗം പാലിൽ വെള്ളം ചേർക്കണ്ടെന്ന് വെച്ചു. അപ്പം പറഞ്ഞു, ഈ ഖലീഫ അറിഞ്ഞാൽ ഖലീഫ എങ്ങാനും ഇത് അറിയല്ലോ, വേഗം പാലിൽ ഒട്ടകത്തിനെ കറന്ന് വേഗം ഈ പാലിൽ വെള്ളം ചേർക്കൂ, അല്ലാഞ്ഞാൽ നേരം പുലർന്നാൽ ഖലീഫ അറിയും, ഖലീഫ കണ്ടാൽ ഖലീഫ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പുറഭാഗത്തു നിന്ന്. ഖലീഫ അങ്ങനെ ചുറ്റിയെടുക്കുന്ന സന്ദർഭത്തിലല്ലേ. അപ്പോൾ ഖലീഫ പറഞ്ഞു, ഈ മോള് പറഞ്ഞെന്താണെന്ന് അറിയോ? ഉമ്മ, ഖലീഫ ചിലപ്പോൾ ഈ സമയത്ത് ഉറങ്ങുന്നുണ്ടായിരിക്കാം, എന്നാലും ഉമറിൻ്റെ ഖലീഫയായ ഉമറിൻ്റെ അള്ളാഹ് ഉറങ്ങുന്നില്ലല്ലോ, അള്ളാഹ് ഇത് കാണൂല എന്ന് ചോദിച്ചു. ഇത് കേട്ടു ഖലീഫ ഉമർ എന്നവർ. അങ്ങനെ ഈ കാരണത്താൽ ആ വീട് അടയാളം വെച്ച് പോയി അവരെ വന്നുകൊണ്ട് തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ എനിക്കൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ എന്ത് ചെയ്തു? ഇത്രക്കും ഖലീഫയിലും ഇസ്ലാമിലും വിശ്വസ്തതയുള്ള ഇത്രയും പവിത്രമായ ആ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ഖലീഫ. ഈ സാധു കുടുംബത്തിൽപ്പെട്ട ഈ കുട്ടിയെ വിവാഹം ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ ചുറ്റി സഞ്ചരിച്ച് ഇവിടെ ഈ സൗഹാർദ്ദവും നീതിയും നടപ്പാക്കിയ ഈ ഖലീഫയുടെ മാതൃക ഈ സന്ദീപ് വാര്യർ മാത്രമല്ല പറഞ്ഞത്. മനസ്സിലാക്കണം, ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞെന്താണ്? ഞാൻ ഇന്ത്യയിൽ ഖലീഫ ഉമറിൻ്റെ ഭരണം പോലത്തെ ഭരണം വരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണം എന്നല്ല, ഖലീഫ ഉമറിനെ പോലെ നീതിയുള്ള ഭരണം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയങ്ങൾ അന്നത്തെ പാഠബുക്കുകളൊക്കെ അതിൽ പിന്നെന്താ പറഞ്ഞത്? ഇയാൾ പറഞ്ഞത് എന്തായാലും ഒരു ഫോട്ടോ ഉണ്ടായിന്. ആ ഫോട്ടോത്തിനെതിരെ മറ്റേ ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് ഖലീഫ ഉമറിൻ്റെ ഫോട്ടോ കൊടുത്തിരുന്നത്. ഒരു ഭാവനാരൂപത്തിൽ അന്നും ഇന്നും ഒക്കെ അങ്ങനെ ഓരോ ഫോട്ടോകൾ കാർട്ടൂണുകളൊക്കെ കൊടുക്കലുണ്ട്. അതിനെ വിമർശിച്ചു, അതായി വർഗീയത, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ജനമധ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്യക്തി വേറെ രാഷ്ട്രീയത്തേക്ക് മാറിയതിനാണ് മതമൊന്നുമല്ല മാറിയത്. ഇനിയിപ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തേക്ക് മാറിയാൽ തന്നെ ഇതൊന്നും എന്തല്ല നമ്മളൊരു വിഷയമാക്കേണ്ട. അത് ഓരോ വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അതിലൊന്നും നമ്മൾ കൈയിട്ട് മാന്തേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാവരും ഒരുപോലെ ഒത്തൊരുമയോടുകൂടെ ജീവിക്കാനും ഒരു കുട്ടിയെപ്പോലും ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കരുത് എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും സിദ്ധാന്തമുള്ളത്. അനാവശ്യമായിട്ട് ഒരു ഉറുമ്പിനെപ്പോലും നമുക്ക് നോവിക്കാൻ പാടില്ല. അത്തരം സംശുദ്ധമായ ജീവിതം നയിക്കണം. അതിന് നമുക്ക്
റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.